ഈ ഘട്ടത്തിൽ നമ്മോടൊപ്പം സി കെ ശശീന്ദ്രൻ CPIM നേതാവ് കൂടിച്ചേരുകയാണ്. ശ്രീ സി കെ ശശീന്ദ്രൻ, പൊതുപ്രവർത്തനത്തിനാകെ നാണക്കേടുണ്ടാക്കുന്ന ഒരു രീതിയാണ് കോൺഗ്രസിനെ പോലെ ഒരു പ്രസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് വയനാട്ടിൽ. ഇത് ഈ കാര്യത്തിൽ തീരുന്നതല്ല, ഇത് നിയമന കോഴകളുടെ ഒരു പരമ്പരയാണെന്ന് CPIM പല ഘട്ടങ്ങളിലൊക്കെ ആവർത്തിച്ചു, താങ്കളടക്കം. പക്ഷേ അതൊക്കെ രാഷ്ട്രീയ പ്രേരിതമായ ആരോപണം എന്നതിനപ്പുറത്തേക്ക് വസ്തുതാപരമായ കാര്യമാണ് എന്നിപ്പോൾ ഞങ്ങൾക്ക് ബോധ്യമായിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ ആഭ്യന്തര നടപടിയിലൂടെ കോൺഗ്രസിന് ഈ മാനത്തെ, ഈ അപമാനത്തെ കഴുകിക്കളയാനാകുമോ? കോൺഗ്രസിന്റെ നേതൃമാറ്റവും കാര്യങ്ങളെല്ലാം അവരുടെ സംഘടനാപരമായ കാര്യങ്ങളും അവരാലോചിക്കേണ്ട കാര്യങ്ങളുമാണ്. അത് ആര് നമുക്കുള്ളത്, കോൺഗ്രസിന്റെ സംഘടനാപരമായ തീരുമാനം അവരെടുക്കട്ടെ. ആരെന്തെല്ലാം ശ്രമിച്ചാലും വയനാട്ടിലെ കോൺഗ്രസ് അടുത്ത കാലത്ത് വലിയ പ്രതിസന്ധിയിലാണ് ചെന്നുവിട്ടിരിക്കുന്നത്. ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത രീതിയിൽ കോൺഗ്രസുകാർ, സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ പോലും തലതാഴ്ച നിൽക്കേണ്ടുന്ന അവസ്ഥയിലേക്ക്, അത്രയും ഗുരുതരമായ രീതിയിലേക്കുള്ള വാർത്തകളാണ് ഓരോ ദിവസം കഴിയും തോറും പുറത്തു വരുന്ന നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കോൺഗ്രസുകാർ തന്നെയാണ് ആത്മഹത്യ ചെയ്ത 4 പേരും കോൺഗ്രസുകാർ തന്നെയാണ്. ഏതെങ്കിലും രീതിയിൽ വെട്ടിപ്പ് നടത്തേണ്ട ഇരകൾ മാത്രമല്ല, അവർ കോൺഗ്രസിന്റെ നല്ല പ്രവർത്തകർ കൂടിയായിരുന്നു. അതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. അങ്ങനെ കോൺഗ്രസ് വലിയൊരു ജീർണ സംസ്കാരത്തിലേക്ക്, ഒരിക്കലും ഒരു പൊതുപ്രസ്ഥാനത്തിനും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും സ്വീകരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള തെറ്റായ പ്രവണതകളുടെ ഒരു കൂടാരമായി കോൺഗ്രസ് നേതൃത്വം മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് വയനാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദയനീയമായ ഒരവസ്ഥ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആർക്കൊന്നും ഉണ്ടാൻ വേണ്ടി കഴിയുന്നില്ല. നിങ്ങൾ നോക്കൂ, കോൺഗ്രസിന്റെ ഏറ്റവും സജീവ പ്രവർത്തകനായിരുന്ന, അവരുടെ ഖജാൻജി ആയിരുന്ന ഒരാൾ മരിച്ചുപോയിട്ട് അത് കൊലപാതകത്തിലേക്ക് ചെന്നെത്തിച്ച് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പക്ഷെ നിയമപരമായിട്ട് ആത്മഹത്യയാണ്, നമുക്ക് ആ ഭാഷയിൽ ഉപയോഗിക്കാൻ കഴിയും. പക്ഷെ സാങ്കേതികമായിട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. അങ്ങനെ മരിച്ചിട്ട് സ്ഥലത്തെ MP ഒന്ന് വന്നു നോക്കാൻ പോലും കഴിയാത്ത രീതിയിൽ, ഒരു അനുശോചന കുറിപ്പ് പോലും കൊടുക്കാൻ കഴിയാത്ത രീതിയിൽ മൗനം തുടരേണ്ടി വരുന്നു എന്ന് പറയുന്നത് എത്രമാത്രം ഭയാനകവും ഭീകരവുമായ ഒരവസ്ഥയിലേക്ക് ഒരു പാർട്ടിയെ ചെന്നെത്തി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം മുൻ ജനപ്രതിനിധി കൂടിയായിരുന്നു, മരിച്ചുപോയ വിജയേട്ടൻ മുൻ ജനപ്രതിനിധി കൂടിയായിരുന്നു, പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. ഒരു മുൻ പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനും അവരുടെ ജില്ലാതല ഭാരവാഹിയായിട്ടുള്ള ആൾ അന്തരിച്ചു പോയിട്ട്, അല്ലെങ്കിൽ മരിച്ചു പോയിട്ട്, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തിട്ട് ഒന്ന് പ്രതികരിക്കാൻ പോലും, അതിലൊരു അനുശോചനം രേഖപ്പെടുത്താൻ പോലും കഴിയാത്ത രീതിയിൽ കോൺഗ്രസ് നേതൃത്വം അങ്ങേയറ്റം ഒറ്റപ്പെട്ടു പോയി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. മാത്രമല്ല ശ്രീ സി കെ ശശീന്ദ്രൻ, ഈ വാർത്ത കൈരളി ന്യൂസ് പരമ്പരയായി ഇതിലെ ഓരോ അഴിമതിയും ഘടകങ്ങളും എടുത്ത് നൽകുമ്പോൾ മറ്റ് മാധ്യമങ്ങൾ ഇതൊക്കെ കണ്ടില്ലെന്ന് നടിക്കാൻ ശ്രമിച്ചു ആദ്യഘട്ടങ്ങളിൽ. പക്ഷേ നിരന്തരം വാർത്തകൾ എത്തുകയും ഇത് ചർച്ചയാവുകയും ചെയ്യുന്ന ഘട്ടത്തിൽ ആ കുടുംബത്തെ ആക്ഷേപിക്കാനാണ്, അനുശോചനം പോട്ടെ, ആ കുടുംബത്തെ ആക്ഷേപിക്കാനാണ് VD സതീശനും K സുധാകരനും മുതിർന്നത്, ഓർമ്മയില്ലേ? അതെ, VD സതീശനും സുധാകരനും പ്രാദേശിക നേതാക്കൾ ഒരു കള്ളക്കഥ ഉണ്ടാക്കി ആത്മഹത്യ നടന്ന അടുത്ത ദിവസങ്ങളിൽ പ്രചരണം നടത്തി വയനാട്ടിൽ വല്ലാത്ത രീതിയിൽ. അതൊക്കെ നമ്മൾ തന്നെ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് സംശയിക്കുന്ന രീതിയിലുള്ള ഒരു വലിയ പ്രചരണമായിരുന്നു ആദ്യത്തെ ദിവസങ്ങളിൽ നടത്തിയ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കൈരളി ഇത് വാർത്തകൾ പുറത്തു വന്നപ്പോൾ കൈരളിയെ വലിയ രീതിയിൽ ആക്ഷേപിക്കാനും കൈരളിയെ പുലഭ്യം പറയാനുള്ള പ്രാദേശിക പൊതുയോഗങ്ങളിലൊക്കെ അവർ ഉപയോഗിച്ചത് കൈരളിയെ ആക്ഷേപിക്കാനൊക്കെ ആയിരുന്നു. അതെ, ആക്ഷേപിക്കാൻ ഉദ്ദേശിച്ചിരുന്നു IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ. ഇന്ന് മറ്റ് മാധ്യമങ്ങൾക്ക് സാധാരണ വ്യത്യസ്തമായിട്ട് എത്ര കണ്ടില്ലാതെ നടിച്ചാലും സംസ്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിനെല്ലാം ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള പുതിയ തെളിവുകൾ പുറത്തേക്ക് വരികയാണ്, വസ്തുതാപരമായ യാഥാർത്ഥ്യങ്ങൾ പുറത്തേക്ക് വരികയാണ്. അതുകൊണ്ട് മറ്റു മാധ്യമങ്ങൾക്ക് ഇപ്പൊ നിൽക്കക്കള്ളിയില്ലാത്തത് കൊണ്ട് സാധാരണഗതിയിൽ ഒരു CPM വിരുദ്ധം മനോഭാവം അല്ലെങ്കിൽ CPM വിരോധം മാത്രം പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങൾക്ക് പോലും ഇപ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ വിളിച്ചു തോന്നിയിരിക്കുകയാണ്. സംസ്കരിക്കുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ, ആ പരിധിക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയി എന്ന് കണ്ടപ്പോൾ അവർക്കും അത് പ്രതികരിക്കേണ്ടി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വ മാറ്റം അവരുടെ കാര്യമാണ്. എങ്ങനെ നേതൃത്വം മാറ്റിയാലും അത് കോൺഗ്രസിന് തൽക്കാലം വയനാട്ടിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്കെല്ലാം വലിയ മനോവിഷമം ഉണ്ടാക്കിയ അവരുടെ ഒരു പ്രവർത്തനം തന്നെയാണല്ലോ മരിച്ചു പോയിരിക്കുന്നത്. വലിയ ഒരു രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ട്. അതുകൊണ്ട് കോൺഗ്രസിന്റെ രാഷ്ട്രീയ പ്രവർത്തന രീതി തന്നെ ഈ രീതിയിൽ ഏത് അഴിമതിക്കും കൂട്ടു നിൽക്കാം. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഒരു കൊള്ളസംഘമായി മാറിയിരിക്കുകയാണ്. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കൊലയാളി സംഘം. 4 പേരാണ് വയനാട്ടിൽ മരിച്ചിരിക്കുന്ന കോൺഗ്രസിന്റെ പ്രവർത്തകർ ഒന്നൊന്നായിട്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, വേറെ ഏതെങ്കിലും ജില്ലയിൽ അങ്ങനെ ഒരു വ്യവസ്ഥ ഉണ്ടോ എനിക്ക്. അപ്പൊ ഇത് കോൺഗ്രസിന്റെ നേതൃത്വം
ഉള്ളത് ഒരു പൊതുപ്രവർത്തകർക്ക് സ്വീകരിക്കാൻ കഴിയാത്ത മാനദണ്ഡങ്ങൾ വെച്ച് പുലർത്തുന്നവർ. ഇതെല്ലാം പുറത്തു വന്ന കാര്യങ്ങൾ. എത്രയോ കാര്യങ്ങൾ ഭീഷണിപ്പെടുത്തിയും പേടിപ്പിച്ചും കണ്ണുരുട്ടിയും എല്ലാം ഇവർ ഒതുക്കി തീർത്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പുറത്തു വന്നവർക്ക് ചെറിയ അംശങ്ങൾ മാത്രമേ ഉള്ളൂ. നാട്ടിലൊക്കെ പല പ്രചരണങ്ങൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഉത്തരവാദപ്പെട്ടവരെന്ന നിലയ്ക്ക് നമ്മളങ്ങനെ കേൾക്കുന്നതെല്ലാം വിളിച്ചു പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കാര്യങ്ങളൊന്നും പറയുന്നില്ല, പറയാൻ പാടില്ല നമുക്കറിയാം. പക്ഷെ ഒരു പാർട്ടി ചെന്നെത്തിച്ച് നിൽക്കുന്ന അവസ്ഥ ഈ രീതിയിലേക്കൊരു വയനാട് എന്ന് പറയുന്നത് പൊതുവെ മറ്റു പ്രദേശങ്ങളെല്ലാം വ്യത്യസ്തമായ ഒരു അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു പ്രദേശങ്ങൾ എന്ന നിലക്ക് പൊതുവെ മറ്റ് ഒരു സംഘർഷാവസ്ഥയൊക്കെ കുറഞ്ഞ പ്രദേശങ്ങളിൽ ഒന്നാണ് വയനാട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അവിടെയാണ് വളരെ നിശബ്ദമായ രീതിയിലുള്ള ഇത്തരം ഒരു പ്രവർത്തനങ്ങൾ വളരെ കുറെ കാലങ്ങളായി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് കോൺഗ്രസിന്റെ നേതൃമാറ്റം കൊണ്ടൊന്നും അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി കഴിയില്ല. അത് പിന്നെ അവരുടെ ആഭ്യന്തര കാര്യമായിട്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ ഒരു നടപടി എടുക്കുക എന്നുള്ളത് അനിവാര്യമായ ഘട്ടത്തിലേക്ക് അവരെ ചെന്നെത്തിച്ചിരിക്കുകയാണ്. ഇനി IC ബാലകൃഷ്ണൻ MLA-യും MB അപ്പച്ചനെയും എല്ലാം വെള്ളപൂശി നിന്നാൽ ഉള്ള കാലിന്റെ അടിയിലെ മണ്ണ് പോലും ചോർന്നു പോകും എന്ന അവസ്ഥയിലേക്ക് അവർ ചെന്നെത്തിപ്പെട്ടപ്പോൾ ചില തീരുമാനങ്ങൾ എടുക്കാൻ അവർ നിർബന്ധിക്കപ്പെട്ടിരിക്കും. ആത്മാർത്ഥമായിട്ടാണോ അതോ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണോ ഒക്കെ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അതൊക്കെ അവരുടെ കാര്യമാണ്. പക്ഷെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, പ്രത്യേകിച്ച് ഒരു പൊതുപ്രസ്ഥാനം, വലിയ പാരമ്പര്യമുള്ളൊരു പാർട്ടിയല്ലേ കോൺഗ്രസ്. അതൊന്നും നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ലല്ലോ. രാജ്യത്തിന്റെ മാത്രമല്ല, ഈ ഇത്ര വലിയ വിഷയം ഉണ്ടാവുകയും ഒരു ജില്ലയെ മാത്രമല്ല KPCC അടക്കമുള്ള നേതൃത്വത്തെ, കാരണം ഈ NM വിജയൻ ഈ സാമ്പത്തിക ബാധ്യത ഇവരൊക്കെ മൂലം ഉണ്ടായി എന്നത് KPCC നേതൃത്വത്തെ നേരത്തെ അറിയിച്ചിരുന്നു. എല്ലാവരും കുടുങ്ങും തൂങ്ങുമെന്ന് K. സുധാകരൻ പേഴ്സണലായി പറഞ്ഞുവെന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന്, നാവിൽ നിന്ന് അറിയാതെ പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായി. കത്ത് വായിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ളൊരു ഘട്ടത്തിൽ ഈ പ്രിയങ്ക ഗാന്ധി എന്ന MP കോൺഗ്രസിൻ്റെ നേതൃത്വവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആ കുടുംബത്തിലെ അംഗം എന്ന നിലയിൽ അവരിതുവരെയും പ്രതികരിച്ചിട്ടില്ല, അനുശോചനം പോലും അറിയിച്ചില്ല. അതെന്തുകൊണ്ടായിരിക്കും ശ്രീ CK ശശീന്ദ്രൻ? അത് കോൺഗ്രസിന്റെ KPCC നേതൃത്വം അവരെ അറിയിച്ചിരിക്കുന്നത് IC ബാലകൃഷ്ണൻ എന്ന് പറയുന്ന MLA സംരക്ഷിക്കുന്ന രീതിയിലുള്ള രാഷ്ട്രീയ സംഘടനാ തീരുമാനങ്ങൾ എടുത്ത് ആ അർത്ഥത്തിലായിരിക്കും അവര് AICC നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടായിരിക്കുക. ആ രീതിയിൽ തീർച്ചയായിട്ടും സുധാകരന്റെ നിലപാട് നമുക്കറിയാം. അദ്ദേഹമാണ് KPCC പ്രസിഡന്റ്. VD സതീശൻ എടുത്ത നിലപാട് നമുക്കറിയാം. ആ കുടുംബത്തെയൊക്കെ ആക്ഷേപിക്കാനും പദപ്രയോഗങ്ങളൊക്കെ നമ്മൾ ആവർത്തി പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നില്ല. രണ്ടു കൂട്ടരും ആ കുടുംബത്തെ ആക്ഷേപിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതെ, അന്തവും കുന്തവുമില്ലാത്ത കുടുംബമാണെന്നും എന്നെ ഭീഷണിപ്പെടുത്തേണ്ടതൊക്കെയാണല്ലോ VD സതീശൻ ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത്. അവരവരിയ്ക്കുന്ന സ്ഥാനത്തിന്റെ ഉത്തരവാദിത്വം പോലും നിർവഹിക്കാതെ അവർക്ക് തോന്നിയത്, വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്നുള്ള നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്. അതുപോലെ ഒരു രീതിയിലാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സന്ദേശമായിരിക്കും അവർ നേതൃത്വത്തിന് കൊടുത്തിരിക്കുക. പ്രിയങ്ക ഗാന്ധിക്ക് കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും KPCCയെ മറികടന്ന് ഒരു തീരുമാനമെടുക്കാൻ ഉള്ള പ്രയാസവും ഒക്കെ അവർക്ക് ചിലപ്പോൾ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ അവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. എന്താണെന്ന് എനിക്കറിയില്ല. ഏതായാലും MP എന്ന നിലക്ക് മരണത്തിൽ ഒരു അനുശോചനം രേഖപ്പെടുത്തുന്ന കുഴപ്പമില്ലല്ലോ. അതെന്താ ചെയ്യാതിരിക്കുന്നത്? അപ്പൊ MP പോലും എത്ര വില കുറഞ്ഞു പോയി ഇക്കാര്യത്തിൽ എന്ന് നമുക്ക് കാണാൻ പറ്റില്ല. ഈ NM വിജയന്റെയും മകന്റെയും മാത്രമല്ല, രണ്ടുപേരും കോൺഗ്രസിന്റെ നേതാക്കളാണ്. NM വിജയൻ കുറെ കൂടി പ്രമുഖ നേതാവാണെന്നേ ഉള്ളൂ. നേരത്തെ PV ജോണും രാജേന്ദ്രനും അവർ രണ്ടിന്റെ ആത്മഹത്യയല്ലേ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച 4 എന്ന അല്ലേ? അതെ, ഞാൻ പറഞ്ഞത് വയനാട്ടിലെ കോൺഗ്രസിന്റെ പ്രവർത്തനം കൊണ്ട് ഇങ്ങനെ ഒരു പരമ്പര ഉണ്ടായി വരികയാണ്. ആളുകൾ സ്വയം ജീവൻ ഒടുക്കുകയാണ്. കോൺഗ്രസിനകത്ത് നിന്ന് സഹിക്കാൻ കഴിയുന്നില്ല, പൊറുതിമുട്ടി മനംനൊന്ത് വേറെ വഴിയില്ലാതെ അവർ ആത്മഹത്യയിലേക്ക് പോവുകയാണ്. ആദ്യത്തെ ആത്മഹത്യ നടക്കുന്നത് ജോണിന്റെയാണ്. ജോൺ അന്നത്തെ DCC പ്രസിഡന്റ് ആയിരുന്ന KL പോലോസിന്റെ പേരെഴുതി വെച്ചിട്ടും മറ്റൊരു വനിതാ നേതാവിന്റെ പേരെഴുതി വെച്ചിട്ടായിരുന്നു, CV തോമസ് എന്നാണ് അവരുടെ പേര്, എഴുതി വെച്ചിട്ടായിരുന്നു ആത്മഹത്യ ചെയ്തിരുന്നത്. പക്ഷേ ഒരു നടപടി സ്വീകരിച്ചില്ല, സംഘടനാപരമായ നടപടി സ്വീകരിച്ചില്ല. അന്നത്തെ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ആ കേസെല്ലാം തേച്ചുമാറ്റി കളയുന്ന അവസ്ഥയിലേക്ക് ഗവൺമെന്റ് വരികയും ചെയ്തു. അതോടുകൂടി ഇങ്ങനെ ചെയ്യാൻ കുറേയും കൂടി പ്രോത്സാഹനം ഉണ്ടായല്ലോ. അന്ന് തന്നെ ഒരു മാതൃകാപരമായ നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ അതിന് വ്യത്യസ്തമായ നില കോൺഗ്രസിനകത്തും ഉണ്ടാവുമായിരുന്നു. അതുകൊണ്ട് അതെ, പിന്നീടാണ് രാജേന്ദ്രൻ പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പേരുള്ള സ്വത്തിൽ 70,000 രൂപ കടം രേഖപ്പെടുത്തി 25 ലക്ഷം രൂപയാണ് അയാൾക്ക് കിട്ടിയത്. 70,000. പക്ഷേ KPCCയുടെ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായിരുന്നു KK അബ്രഹാം. ഒരു സാധാരണ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. KPCC സെക്രട്ടറി ആയിട്ടുള്ള ആളാണ് 70,000 രൂപ ഭൂവുടമയായ രാജേന്ദ്രന് കൊടുത്ത് 25 ലക്ഷം രൂപ ബാക്കിയൊക്കെ തട്ടിയെടുത്ത് പിന്നീട് നോട്ടീസ് വരുമ്പോഴാണ് എന്റെ പേരിൽ ഇത്രയും പണം കടമുണ്ട് എന്നുള്ളത്. അങ്ങനെയല്ല അദ്ദേഹം രക്ഷയില്ലാതെ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്.
അതിലൊരു പ്രതി ഇപ്പോഴും ED അന്വേഷണത്തെ തുടർന്ന് ജയിലിൽ കഴിയുകയാണ്. ഇതാണ് വയനാട്ടിലെ കോൺഗ്രസിന്റെ ഒരു പൊതുചിത്രം. അങ്ങനെ ഒരിക്കലും ഇത്രയേറെ പശ്ചാത്തലവും സംഭവ വികാസങ്ങളും ഉണ്ടായിട്ടാണ് ആദ്യഘട്ടത്തിൽ ഇത് നിഷേധിക്കാനും MLAs കണ്ണടച്ച് സംരക്ഷിക്കാനും ഒക്കെ നിലപാട് KPCC നേതൃത്വം എടുത്തത്, പ്രതിപക്ഷ നേതാവ് അടക്കം. അതെ, അവരങ്ങനെയാണ് ഒരു നിലപാട് സ്വീകരിച്ചത്. പരസ്യമായിട്ടുള്ള സംരക്ഷണ നിലപാട് സ്വീകരിച്ചു. വ്യാജകത്താണെന്ന് പറഞ്ഞു. അതാണ് ആദ്യം ഉണ്ടാക്കിയത്. ഇതൊക്കെ CPM-കാർ മനസ്സുണ്ടാക്കിയത് വ്യാജകത്താണെന്നുള്ള പ്രചരണം നടത്തി. പക്ഷേ ആ പ്രചരണങ്ങളെല്ലാം മുഖമെടുക്കാൻ കഴിയാത്ത രീതിയിൽ യാഥാർത്ഥ്യങ്ങൾ വസ്തുതാപരമായി അവരുടെ കുടുംബം കത്ത് പുറത്തുവിട്ടു. പിന്നീട് IC ബാലകൃഷ്ണൻ MLA എന്ന നിലക്ക് സർക്കാർ മുദ്ര പതിച്ചിട്ടുള്ള ലെറ്റർ ഹെഡിലുള്ള കത്ത് പുറത്തേക്ക് വന്നു. അപ്പോൾ അവർക്ക് നിഷേധിക്കാൻ വേണ്ടി കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നു. ഈ രീതിയിലാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. ഇനി എത്ര താങ്കൾ അടക്കം ഈ വിഷയത്തിൽ പ്രതികരിക്കുമ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉന്നതരും പ്രാദേശിക തലത്തിലും ഒക്കെയുള്ള നേതാക്കന്മാരെ ഞങ്ങൾ ബന്ധപ്പെട്ടു. ആരും പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല. അത്രേ അവർക്ക് പ്രതികരിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോഴും. ഞാൻ പറയുന്നു, വയനാട്ടിലെ കോൺഗ്രസിന് യോഗം ചേരാൻ പോലും കഴിയുന്നില്ല. അതാ വിഷയം. അവര് യോഗങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ടിരിക്കുകയാണ്. യോഗം ചേരാൻ വേണ്ടി കഴിയുന്നില്ല. MLAക്ക് ഇപ്പം പ്രത്യേകിച്ച് അവസ്ഥയുണ്ടായി. പൊതുപരിപാടികളിൽ നിന്ന് മാറി നിൽക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. കുറച്ച് 1-2 ദിവസത്തേക്കാണെങ്കിൽ MLAക്ക് ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് മാറി നിൽക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു. കഴിയേണ്ട അവസ്ഥയിലേക്ക് വന്നു. അതെ, ഒളിവിൽ കഴിയുന്ന അവസ്ഥയിലേക്ക് വന്നു. കോടതിയുടെ ഒരു പരാമർശം വന്നപ്പോൾ 15 പേരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഞാൻ കർണാടകയിൽ കല്യാണത്തിന് പോയതാണ്. അതൊക്കെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കല്യാണത്തിനൊക്കെ പോകാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. അതൊക്കെ അദ്ദേഹത്തിന്റെ കാര്യം. എവിടെ പോകാനുള്ള അവകാശമുണ്ട്. പക്ഷെ ഇത്തരം അവസ്ഥ വന്നല്ലോ. ഇത്തരം അവസ്ഥ വന്നിട്ട് പോലും കോൺഗ്രസ് നേതൃത്വം അതിനനുസരിച്ച് ഉയർന്ന കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയുന്നില്ല അവർക്ക്. അപ്പം ഇതിന്റെ പങ്ക് IC ബാലകൃഷ്ണന്റെ പേരിൽ നടപടിയോ മറ്റോ കാര്യങ്ങൾ വന്നാൽ അദ്ദേഹം എന്തെങ്കിലും കാര്യങ്ങൾ വിളിച്ചു പറയുമെന്നുള്ള ഭയം ഇനി മുകളിലുള്ളവർക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ തോന്നിപ്പിക്കുന്ന രീതിയിലേക്കാണ് പ്രതികരണങ്ങൾ വരുന്നത്. പക്ഷേ ശ്രീ CK ശശീന്ദ്രൻ, ഈ നിയമനക്കോഴ പൊതുരംഗത്ത് സഹകരണ മേഖലയുടെ യശസ് കെടുത്തുന്ന രീതിയിലുള്ള ഈ കോഴ ഇടപാട് അഴിമതി 1, 2 പൊതുപ്രവർത്തകരുടെ ജീവൻ ബലിയാടായ സംഭവം, ഇതിനൊക്കെ എതിരെ അവരുടെ ആഭ്യന്തര പ്രശ്നമായി ഇതിനെ ഒതുക്കാനാകില്ല, ഇതൊരു പൊതുപ്രശ്നമാണ് എന്ന അർത്ഥത്തിൽ കൂടുതൽ പ്രക്ഷോഭത്തിലേക്കാണോ CPM ഇനി നീങ്ങാൻ പോകുന്നത്? ശ്രീ കെ ശശീന്ദ്രൻ, അത് കോൺഗ്രസിന്റെ ഒരു പ്രശ്നമല്ലല്ലോ. പിന്നെ ജോലിക്ക് വേണ്ടിയുള്ള അപേക്ഷകർ, ആ അപേക്ഷ കൊടുക്കുന്ന ആൾക്കാർ അവരുടെ രാഷ്ട്രീയ പാർട്ടി കൊള്ളട്ടെ, അവർ നേരിടേണ്ടി വരുന്ന തെറ്റായ പ്രവണതകളെ കൈക്കൂലി കൊടുത്താലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനങ്ങളിലോ കൂടി മാത്രമേ ജോലി കിട്ടൂന്ന് വന്ന് കഴിയുന്നത് ഉദ്യോഗാർത്ഥികളെ ആകെ ചോദ്യം ചെയ്യുന്ന വിഷയമാണ്. അർബൻ ബാങ്കില് കോൺഗ്രസുകാർക്ക് മാത്രമല്ലല്ലോ അപേക്ഷിക്കാനുള്ള അവസരം, എല്ലാവർക്കും അപേക്ഷിക്കാലോ, ആർക്കും കൊടുക്കാലോ. അപ്പൊ ഉദ്യോഗാർത്ഥികൾക്ക് ഉള്ള ഒരു പ്രശ്നം, ഉദ്യോഗാർത്ഥികളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് അത് അവരുടെ ആഭ്യന്തര പ്രശ്നമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല. അത് നാടിന്റെ പ്രശ്നമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിശക്തമായ പ്രക്ഷോഭത്തിലേക്ക് CPM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ നീങ്ങാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരാൾ MLA ആയിരിക്കുന്നത് നാടിന് അപമാനമാണ്. അത് ജനങ്ങൾക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയുന്നതല്ല. ജനങ്ങൾ ആ ഭാരം ചുമക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഞങ്ങൾ പ്രചരണ ജാഥ പത്തനംതിട്ട നിയോജക മണ്ഡലത്തിൽ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള പ്രചരണ ജാഥകൾ 23, 24 തീയതികളായിട്ട് നടക്കുന്നുണ്ട്. 28-ാം തീയതി അവിടെ ഒരു മനുഷ്യശൃംഖല ബത്തേരിയിൽ സൃഷ്ടിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ 13-ാം തീയതി സുൽത്താൻ ബത്തേരിയിൽ വരുന്നുണ്ട്. ഒരു പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ എടുക്കുന്നുണ്ട്. LDF എന്ന നിലക്കും കാര്യങ്ങൾ ഓരോ ഘടകകക്ഷികളും അവരുടേതായ രീതിയിലും ഒരുമിച്ചും കൂട്ടായും ഉള്ള പ്രക്ഷോഭങ്ങൾ എടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. യാതൊരു രീതിയിലും ആത്മഹത്യാ പ്രേരണ കേസിലെ പ്രതിയായിട്ടുള്ള 1-ാം പ്രതിയാണ് MLA. അതോടൊപ്പം സത്യപ്രതിജ്ഞാ ലംഘനവും കൂടി നടത്തിയിരിക്കുകയാണ്. അത് സംബന്ധിച്ച് നിയമപരമായ നടപടികൾ ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം സുരേഷ് താളൂര് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ബത്തേരി സ്വദേശി കൂടിയാണ്, ബത്തേരി പ്രദേശത്തുള്ള പ്രവർത്തകൻ കൂടിയാണ്. അദ്ദേഹം ലോകായുക്തയ്ക്ക് പരാതി നൽകിയിട്ടുണ്ട്, സ്പീക്കർക്ക് പരാതി നൽകിയിട്ടുണ്ട്, പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അപ്പം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് പരാതി അയച്ചിട്ടുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നിയമപരമായ നടപടിയിലൂടെ മുന്നോട്ട് പോകുമെന്ന് ശ്രീ CK ശശീന്ദ്രൻ, അപ്പോ ഇതിനെ ഒരു കാരണം നിങ്ങളുടെയൊക്കെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് അടക്കം നടത്തി വലിയ പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തുണ്ട്. കോൺഗ്രസ്സുകാർ തന്നെയാണ് കൂടുതലും അതിനെ പിന്തുണയ്ക്കുന്നതെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെ കേട്ടിരുന്നു. പരസ്യമായിട്ട് രംഗത്ത് വരാൻ കഴിയുന്നില്ലെങ്കിലും രഹസ്യമായിട്ടും അല്ലെങ്കിൽ നമ്മളൊക്കെ പറയുമ്പോൾ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചതെന്നുള്ള അവർക്ക് സമ്മതിക്കേണ്ടി വരുന്നുണ്ട്. ഒരു വിഭാഗം കോൺഗ്രസുകാർക്ക് വലിയ അസംതൃപ്തിയുണ്ട്, വലിയ അതൃപ്തിയുണ്ട് കോൺഗ്രസിന് ഉള്ള അകത്ത്.
അതുകൊണ്ട് സ്വാഭാവികമായിട്ടും കോൺഗ്രസിന് ഇത് വലിയ പ്രശ്നമായിട്ട് മാറും. മാത്രമല്ല ഇത് പൊതുപ്രവർത്തകർക്കാകെ പിന്നെ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് ഇടപെടേണ്ടതെന്ന് ചിന്തിക്കുന്ന രീതിയിലേക്ക് പൊതുപ്രവർത്തന രംഗത്തും തൽക്കാലം കോൺഗ്രസ് ഇതൊക്കെ മറച്ചു വെക്കാൻ ശ്രമിച്ചാലും അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ പറഞ്ഞാലും